നമുക്ക് ഇറച്ചി വറുത്തെടുക്കാനാണ്. ഇപ്പോൾ ഒരു മുട്ട, കുറച്ച് ഉപ്പ്, ഗ്രാമ്പ്, കുരുമുളക്, വെള്ളുള്ളി, ചെറുനാരങ്ങ നീര്, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, അരിമോദകം, ലേശം ഇഞ്ചി, ഏലക്ക, പട്ട. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് അരച്ചെടുത്തു. ഞാൻ ഇതിലേക്ക് അടിച്ചടിച്ച് ഒഴിക്കുകയാണ്. കുറച്ച് ഇറച്ചി മസാലപ്പൊടി ഇടാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇടാം. നമുക്ക് ചമ്മളമുണ്ടല്ലോ, നല്ലപോലെ കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം. നമുക്ക് അരച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ പറ്റി കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ എടുത്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മസാല കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഇറച്ചി ഇട്ട് കൊടുക്കാം. കറവാക്കാം. അപ്പോൾ നമുക്ക് ഒഴിഞ്ഞ് നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിടാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഈ വേലത്തിട്ട് നല്ലോണം 2 കറിവേപ്പില അതായത് കറിമുടിയാണ് പൊടി കായിട്ട് കൊടുക്കാം. നമുക്ക് ലേശം ഉലുവപ്പൊടി ഇതിനുള്ളിൽ ആവശ്യമാണ്. നല്ലപോലെ പൊടിയൊക്കെ ലേശം വെളിച്ചെണ്ണ അരപ്പൊടി ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്നും കൂടി മറിച്ചിടാം. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് പാർട്ടാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മേലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കണേ.